വലിയ നോമ്പിലൂടെ യാത്ര ചെയ്യുന്ന ഈ സമയത്ത് ഈ ദിവസം ഈശോ നമ്മോട് സംസാരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ്. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവേൻ. ലോകത്തിന്റെ തിന്മകളെ തിരിച്ചറിയാനുള്ള വിവേകവും എന്നാൽ ആരോടും പകയോ വഞ്ചനയോ ഇല്ലാത്ത നിഷ്കളങ്കതയും ഒരേ സമയം പ്രാവർത്തികമാക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നോമ്പുകാലം നമ്മുടെ ഹൃദയത്തിലെ കപടതകൾ നീക്കി ദൈവികമായ നിഷ്കളങ്കതയിലേക്ക് തിരിച്ചു വരാനുള്ള സമയമാണ്. പീഡനങ്ങളിൽ ആത്മധൈര്യം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രതിയുള്ള നിന്ദനങ്ങളും കഷ്ടപ്പാടുകളും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കരുത്ത് ഈ നോമ്പുകാലത്ത് നാം ആർജിക്കണം. നോമ്പുകാലം നമുക്ക് നൽകുന്ന സന്ദേശം ത്യാഗത്തിൻ്റെതാണ്. ലോകത്തിന്റെ അംഗീകാരത്തെക്കാൾ പ്രധാനം ദൈവത്തോടും സഹോദരങ്ങളോടുള്ള വിശ്വസ്തതയും ബന്ധവുമാണ്. നോമ്പ് ഒരു ആത്മീയ ഓട്ടമാണ്. ഇടയ്ക്ക് വെച്ച് തളർന്നു പോകാതെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ക്രൂശിതനോടൊപ്പം ക്രിസ്തു സഹിച്ചതുപോലെ അവനെ അനുഗമിക്കുന്ന ഓരോ ക്രൈസ്തവന്റെയും അവകാശം കുരിശുകളും സഹനങ്ങളുമാണ്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ കഷ്ടപ്പാടുകളെ, നൊമ്പരങ്ങളെ, നിരാശകളെ ക്രിസ്തുവിന്റെ കഠിന പീഡകളോട് ചേർത്ത് നമുക്ക് കാഴ്ചവെക്കാം. ഈ നോമ്പുകാലം അനുഗ്രഹത്തിന്റെയും കൃപയുടെയും ത്യാഗത്തിന്റെയും കരുണയുടെയും ദിനങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.